വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റൻറ്റ് ടോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മീൻഫൈയുടെ എയർ ഡ്രോപ്പിനെ പറ്റി തന്നെയാണ്. അതായത് ഇന്നലെ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്ര ടോക്കൺസ് കിട്ടുമെന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് മീൻഫൈ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്നുള്ള സ്നാപ്ഷോട്ടൊക്കെ ആയിരുന്നു എടുത്തിട്ടുള്ളത്. പ്രാവശ്യം ഇതിൻ്റെ എയർ ഡ്രോപ്പ് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഒഫീഷ്യലി അനൗൺസ്ഡ് ആണ്. കാരണം ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ ടൈം ആപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൻ്റെ ഇൻ്റർഫേസ് മൊത്തത്തിൽ ആദ്യം മുതലായിട്ടുണ്ട്. കാരണം ഈ പ്രൊജക്റ്റ് വേറൊരു പ്രൊജക്റ്റായിട്ട് വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സീസൺ 2 കയറണോ വേണ്ടതെന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഇന്ന് 5 മണിക്കുള്ളിൽ അറിയാൻ പറ്റും. എയർ ഡ്രോപ്പിൻ്റെ അലോക്കേഷൻ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ എത്ര എമൗണ്ട് അല്ല എത്ര ടോക്കൺ ലഭിക്കും എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് ഇന്ന് നോക്കി കണ്ടറിയാവുന്നതാണ്. അതുപോലെ നമ്മൾ എത്ര ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാ പ്രൊജക്റ്റും നമ്മൾ എത്ര കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ അവർ തന്നിട്ടുള്ള ടാസ്കുകൾ എത്ര കംപ്ലീറ്റ് ചെയ്തെന്നുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ അനുസരിച്ചായിരിക്കും ഒരു എയർ ഡ്രോപ്പ്. 3-4 മാസം ഈ ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു എമൗണ്ട് അല്ലായിരിക്കും കിട്ടുന്നത്. കാരണം ഞാൻ വളരെയധികം കുറച്ച് സമയം മാത്രമാണ് ഇതിനു വേണ്ടി കളഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ അധികം ഇതിനകത്ത് കയറാറൊന്നും ഉണ്ടായില്ല. വളരെ കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് എനിക്ക് ഉള്ളൂ. കാരണം ബാക്കിയുള്ളത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മില്യൺസ് കോയിൻസ് ഒക്കെയാണ് ഓരോ പ്ലേയേഴ്സിൻ്റെ ഉള്ളത്. എന്തിനും പറയണം, ഈ കോയിൻ പുതിയ പ്രൊജക്റ്റ് തുടങ്ങിയതിന് ശേഷം തന്നെ 39 ലെവലും കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട് ഗൈസ്. അതും ഇന്നലെയാണ് ഈ ന്യൂ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുള്ളത്. അത്രക്കും വെക്കുന്ന തന്നെയാണ് ഓരോ ലെവൽസും അതുപോലെ തന്നെ പോയിൻറ്റ്സും കൂട്ടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അവരുടെ അക്കൗണ്ട് ബാൻ ചെയ്യുമെന്നൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1 മില്യൺ 2 മില്യൺ അടുത്ത ആൾക്കാരുടെ അക്കൗണ്ട് ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്കും ലെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം അതുകൊണ്ട് യാതൊരു യൂസുമില്ല. അതുപോലെ തന്നെ പ്രീമിയം എടുത്തവർ പോലും സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ബാൻ ചെയ്തില്ല. കാരണം അവർക്ക് ബാൻ ചെയ്ത് അവർ കൊടുത്തിട്ടുള്ള എമൗണ്ടൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് കാരണം അവർക്ക് എയർ ഡ്രോപ്പ് ഉണ്ടാവുന്നില്ല. കാരണം അതിന് പകരം അവർ ആപ്പിലുണ്ടാവും, പക്ഷേ എയർ ഡ്രോപ്പ് കൊടുക്കുന്നതല്ല, 0 എയർ ഡ്രോപ്പ് ആയിരിക്കുമെന്ന്. അതിനകത്ത് പ്രീമിയം അതുപോലെ തന്നെ ടോൺസൊക്കെ വാങ്ങിച്ചവർക്ക് വളരെ വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം മില്യൺ കണക്കിന് യൂസേഴ്സാണ്. നമ്മളിത് ലിസ്റ്റ് ആയി കഴിയുമ്പോൾ തന്നെ സ്പോട്ടിൽ സെല്ല് ചെയ്യണോ എന്നൊക്കെയുള്ള ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാരണം ഇത്രയും മില്യൺസ് ഓഫ് യൂസേഴ്സ് ഉള്ളപ്പോൾ എല്ലാവരും ഒരുമിച്ച് സെല്ല് ചെയ്യുമ്പോൾ കോയിൻസിൻ്റെ പ്രൈസ് ഒറ്റയടിക്ക് ഇടിയും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസർ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വീണ്ടും ഹൈലൈറ്റ് എത്തുമെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. കാരണം അതിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ടോക്കൺസ് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. കാരണം പ്രീമിയം യൂസേഴ്സിന് മാത്രമായിരിക്കും ഫുൾ ടോക്കൺസും വിഡ്രോ അടിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് നമ്മുടെ ആപ്പിൽ പയ്യെ ആയിരിക്കും എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു തട്ടിപ്പ് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് എത്ര എമൗണ്ട് കിട്ടുന്നു അതിനനുസരിച്ചാണ് നമ്മൾ പുതിയ പ്രൊജക്റ്റിൽ കയറില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുള്ളൂ. കാരണം ഇതിനകത്ത് നമുക്ക് തുച്ഛമായ എമൗണ്ടൊക്കെ കിട്ടുന്നെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ പുതിയ പ്രൊജക്റ്റിൽ ഇറങ്ങണം എന്നൊരു ചോദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ പ്രൊജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു തുച്ഛമായ ഒരു എമൗണ്ട് എങ്കിലും യൂസേഴ്സിന് കൊടുത്തില്ലെങ്കിൽ അവരെന്തായാലും ന്യൂ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യില്ല, അത് ഉറപ്പാണ്. ഇപ്പോൾ ആപ്സ്റ്റർ കോമ്പാക്റ്റിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ന്യൂ യൂസേഴ്സ് ഒന്നുമില്ല. അപ്പോൾ വളരെ കുറച്ച് പ്ലേയേഴ്സ്, അതും വലിയ എമൗണ്ട് കിട്ടിയിട്ടുള്ള യൂട്യൂബേഴ്സും അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്ലേയേഴ്സ് മാത്രമായിരിക്കും അതിനകത്ത് കളിക്കുള്ളൂ. കാരണം യൂസേഴ്സിനെ വെറുപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു എയർ ഡ്രോപ്പ് അല്ല കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് തന്നെ പ്രതീക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ CEO അത്യാവശ്യം ഊടായ്പായിട്ടുള്ളൊരു CEO ആണ് മീൻഫൈവിൻ്റെ. പുള്ളി ബുൾറണ്ണൊക്കെ നടത്തിയിട്ടുള്ളതാണ്. മാർക്കറ്റിൽ പക്ക ഫ്രോഡ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ബേസ് അങ്ങനത്തെ ഒരാളാണ് നമുക്ക് മീൻഫൈയുടെ ഒരു എയർ ഡ്രോപ്പ് തരുന്നത്. മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. ന്യൂസ് വളരെയധികം സ്പ്രെഡായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. ബേസ് നമുക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ സംശയകരമാണ്. നമുക്കൊരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ടെലഗ്രാമിൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും കയറേണ്ട പ്രൊജക്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെയാണ് ചെയ്യുള്ളൂ. പ്ലീസ് എല്ലാവരും മാക്സിമം നല്ല പ്രൊജക്റ്റിൽ അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ പിക്സലിൻ്റെ പ്രൊജക്റ്റിൻ്റെയൊക്കെ വീഡിയോസ് ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കയറി മാക്സിമം എമൗണ്ട് ഉണ്ടാക്കാൻ നോക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഫേക്ക് പ്രൊജക്ട്സ് ഉണ്ട്, അതിനകത്തൊന്നും നിങ്ങൾ കയറാണ്ടിരിക്കുക. ഒരുപാട് ഫേക്ക് പ്രൊജക്ട്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഏകദേശം 4 പ്രൊജക്റ്റ്. അതുപോലെ തന്നെ ബൈനാൻസും ബൈബിറ്റൊക്കെ ഒരു അടിപൊളി പ്രൊജക്ട്സൊക്കെ ഇറക്കിയിട്ടുണ്ട്. ബൈനാൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിനു മുമ്പ് കോയിൻസൊക്കെ ഇറക്കിയിട്ടുള്ള ബൈനാൻസാണ്. ബൈനാൻസിൻ്റെ BNBയുടെ ഏകദേശം $500 ആണ് വെറും ഒരു കോയിൻ്റെ വില. അതുപോലെ തന്നെ നിങ്ങൾ ബൈനാൻസിൻ്റെ പ്രൊജക്റ്റ് ഒരിക്കലും വിട്ടുകളയരുത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കുക, കയറുക. വേണമെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോസ് ചെയ്യുന്നതാണ്. കാരണം ഒരിക്കലും മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് തന്നെയാണ്. ബൈനാൻസ് എന്തായാലും ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് വലിയൊരു കാരണം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു ഏണിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ലോങ് ടൈമിലായിട്ടൊക്കെ നല്ലൊരു ഏണിങ്സ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ തന്നെയാണ്. ബിറ്റും ഓൾറെഡി അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം ടെലഗ്രാമിൽ തന്നെയാണ്. എൻ്റെ ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ അതിനകത്ത് ഒട്ടും യൂസേഴ്സ് ഇല്ല. അതുപോലെ തന്നെ
കുറച്ച് ഹാർഡുമാണ് ഗെയിം, പക്ഷേ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. രണ്ടിൻ്റെ ലിങ്ക് എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും കയറി മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കുക. ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ റെഫറൻസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടില്ല. ഇതിനകത്ത് എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. ആകെ 5 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് 4000 കോയിൻസ് കിട്ടും, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ബാക്കിയുള്ള പ്രോജക്റ്റിനെ പോലെ എല്ലാവർക്കും വാരി വലിച്ചൊന്നും റെഫറൻസും കൊടുക്കില്ല. യൂട്യൂബേഴ്സിന് കൂടുതൽ പോയിൻറ്സും അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് എൻ ചെയ്യുന്ന യൂസേഴ്സിനും വേറെ പ്രൊജക്റ്റ് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഈക്വൽ രീതിയിലാണ് ബൈനാൻസും ബൈബിറ്റും അവരുടെ എയർ ഡ്രോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കിയാൽ മാക്സിമം റിവാർഡ്സ് കിട്ടാൻ ഉറപ്പുള്ള 2 പ്രൊജക്റ്റാണ് ബൈനാൻസും ബൈബിറ്റും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. എല്ലാവരും കയറാം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.